വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, പച്ചക്കറികള്, മലക്കറികള്. പച്ചക്കറിക്കാരി ചിന്താമണി, ഞാൻ പക്കത്തു വീട്ടിലെ പൊന്നുമണി. പാളയം ചന്തയിലും ചാലക്കമ്പോളത്തിലും മലക്കറിയെല്ലാം വിൽക്കുന്ന പൊന്നുന, നല്ല രുചിയുള്ള ചെന്തമിഴ് പൊന്നുന. അതികാലയിലെ ഞാൻ ചന്തയിലെത്തും, പട്ടി നിറച്ചെങ്ങോ ചെന്നിരിക്കും. അതിനപ്പുറം പല പല രൂപത്തിൽ പല പല വേഷത്തിൽ ആളുകൾ വന്നങ്ങ് തിക്കും തിരക്കും. കുഞ്ചന്മാരെ കണ്ടാലറിയാം, പഠിച്ച ചിരി കണ്ടാൽ കാര്യം തിരിയും. എന്തരെണ്ണ പാവയ്ക്ക വേണമാ, പഞ്ചാരക്ക് പാവയ്ക്ക ദിന തിന്നാൻ പോകും. ചമ്മിയവർ പോകുമ്പോൾ അടിപ്പറയും ഞാൻ, വിളയാട്ട് എൻകൂടെ വേണ്ടണ്ണ. പൊങ്ങച്ചം കാണിച്ച് കൊച്ചമ്മ മാറും, വിളച്ചി വിളച്ചി തൊന്തരവാക്കിയിടും. 5 രൂപ കുട്ടിച്ചൊല്ലി 2 രൂപ കുറച്ചു ഞാൻ അച്ചോടൻ നടത്തിയിടും. നഷ്ടമെന്ന മട്ടിലായി മിടുക്കിയായങ്ങ് കൊച്ചമ്മ പോകുമ്പോൾ ഒരു ചിരിക്കും ഞാൻ ഉള്ളിലായി. നിന്നാരോ തയ്യാറോ നിന്നാരോ നിന്നാരോ തയ്യാറോ നിന്നാരോ. വേല കഴിഞ്ഞങ്ങ് കൂരയിലെത്തിയാലോ ഉള്ളിലെ ഭയമെല്ലാം തീർന്നിടുമേ. നോട്ടങ്ങളും ആവാസവാക്കുകളും പട്ടനും മുട്ടനും ഒന്നുമുണ്ടേ. ഒരു ദിനം ചന്തയിൽ പോയിടുമ്പോൾ ഒരു മകൻ പിന്നാലെ കൂടിയെന്തേ. തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ വഴിമാറിപ്പോയിട്ടും പിന്നാലെ വന്നവൻ തട്ടിമുട്ടിയിരുന്നി എന്നെ നടക്കാൻ തുടങ്ങി. ചീത്ത പറഞ്ഞിട്ടും മാറിപ്പോയില്ലവൻ, പതുക്കെ അവൻ എന്നെ കടന്നു പിടിച്ചു. അലറി വിളിക്കുവാൻ തുടങ്ങും മുൻപേ ആനടിച്ചവൻ എന്നെ ചെവി മൂളിപ്പോയി. ഒരു നിമിഷം കണ്ണിൽ മിന്നലടിച്ചു പോയി. പകച്ചു ഞാൻ നോക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ നീങ്ങുന്നവൻ ചുറ്റിലും കാഴ്ച കണ്ടു രസിക്കുന്നു ജനങ്ങളെല്ലാം. മധുരക്കാരി ചിന്താമണി ഞാൻ കണ്ണകിയായി മാറി. പെൺപുലി പോൽ ഞാൻ ചീറി ഓടിച്ചെന്നവനെ പിടിച്ചു നിർത്തി. പിടിച്ചവൻ ഒഴിച്ചവൻ പിടിവിട്ടില്ല. ആളുകൾ ചുറ്റും കൂടാൻ തുടങ്ങി. കുടുംബ വഴക്കെന്ന് പറഞ്ഞവരുടൊക്കെ ഞാൻ ചൊല്ലിവരെനിക്കാരുമല്ല. ആരെങ്കിലും എന്നെ വിശ്വസിക്കൂ. ചന്തയിലാകെ ബഹളമായി പോലീസെത്തി. പത്രക്കാരെത്തി. സത്യം പറഞ്ഞപ്പോൾ അയാമം വെച്ചവനെ പത്രത്തിലെല്ലാം വാർത്ത വന്നു. സിംഹമെന്നു ചൊല്ലി